നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗീത നമുക്കിന്ന് മൂക്കാത്ത ചക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം ഇതിനായിട്ട് ഇടിച്ചക്ക പരുവത്തിലുള്ള ഒരു ചക്ക എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചക്കയൊന്ന് മുറിച്ചെടുക്കാം ഇതിലെ അരക്കൊക്കെ ഒന്ന് തുടച്ച് മാറ്റണേ എന്നിട്ട് ചക്ക നമുക്ക് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റിയാൽ ഇതിൻ്റെ മടല് കളയാൻ എളുപ്പമുണ്ട് കയ്യിലും കത്തിയിലും ഒക്കെ അല്പം എണ്ണ കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കയ്യിലൊന്നും അധികം അരക്ക് പിടിക്കത്തില്ല ഇതിനു മുമ്പും ചക്കയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇതുപോലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ കാണിക്കുന്നത് ചക്ക കൊണ്ട് ഒത്തിരി റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും ഇന്നത്തെ നമ്മളുടെ അച്ചാറിന് വേണ്ടിയിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടി വെച്ച് ആവി കയറ്റാം അധികം വെന്ത് പോകരുത് ഒരു 3/4 വേവ് അത്രയേ ആകാവുള്ളൂ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാർ കുഴഞ്ഞു പോകും ഇനി ചൂടായ ചീനച്ചട്ടിയിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം 1 ടീസ്പൂൺ കടുകിടാം കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇടാം ഇനി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ചേർക്കാം 1 ടീസ്പൂൺ ഉപ്പിടാം 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളകും ചക്കയും ചേർക്കാം ഇതിലെന്നിട്ട് അല്പനേരം കിടന്നു കഴിയുമ്പോൾ ഈ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് മുരിച്ചെടുക്കാൻ ഇപ്പോൾ ചക്കയൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ട് സാദാ മുളക് പൊടി ഇട്ടാൽ മതിയാകും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം വിനാഗിരി നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഒഴിക്കണം കേട്ടോ കാര്യം ഈ ചക്കയ്ക്കൊന്നും പുളിയൊന്നും ഇല്ലല്ലോ പുളിയൊക്കെ വേണ്ടവർക്ക് അല്പം കൂടി ഒഴിക്കണം നമ്മുടെ ചക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്